വാസസ്ഥലം മാറാൻ തയ്യാറാണോ? ഹല്ലേലൂയ. നിന്റെ സകല അപമാനവും നിന്റെ അഭിമാനമായി, നിന്റെ തേജസ്സായി സ്വർഗത്തിലെ ദൈവം മാറ്റും. വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ? നീ ആര് തന്നെയായാലും നീ വാസസ്ഥലം മാറാൻ തയ്യാറെടുക്ക. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദുഃഖം നിറഞ്ഞു കയറി, ദുഃഖം തിരമാല പോലെ ഇങ്ങ് കയറി വരും നമ്മുടെ ജീവിതത്തിലേക്ക്. ഹല്ലേലൂയ. പക്ഷേ കുഞ്ഞെ, നീ ഇവിടെ വസിക്കുന്നുവെങ്കിലുണ്ടല്ലോ, ദുഃഖം സന്തോഷമായി മാറും. ആ ക്രിസ്തുവിൽ നമ്മളെ കോരിയെടുത്ത് നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ഉള്ളിൽ വസിക്കുന്നവനാ. ദൈവത്തിന്റെ ആലയം ഓരോരുത്തരും. ഇനിയും നിഴലിന്റെ കീഴിൽ പറക്കാൻ ഓടുകയാണോ? ഈ സത്യം ഇതുവരെയും ജനം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ എന്റെ മക്കളെ, ഇതിനേക്കാൾ സുരക്ഷിതമായ സ്ഥലം വേറെ എവിടെയുണ്ട്? ഈ സത്യം ഇതുവരെയും ജനം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ എന്റെ മക്കളെ, ഇതിനേക്കാൾ സുരക്ഷിതമായ സ്ഥലം വേറെ എവിടെയുണ്ട്? ദൈവത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി, ഗോഡ്സ് ക്യാരിയേഴ്സായി, ദൈവത്തെ വഹിക്കുന്ന ആലയങ്ങളായി. ഹല്ലേലൂയ. അക്ഷരത്തിൽ ദൈവത്തെ സേവിക്കുന്ന ആരും ദൈവത്തിന്റെ ആലയങ്ങളല്ല. പ്രതിഷ്ഠ നഷ്ടപ്പെട്ടവരാണ് അവർ. അവർ അത്രമാത്രം ദൈവത്തെ സേവിച്ചുവെങ്കിൽ, ആ ദൈവത്തിന്റെ നിഴലിൻ കീഴിൽ അവർ പാർത്തുവെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്ന് നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ദൈവത്തിൽ വസിക്കുന്നു. ക്രിസ്തുവിലൂടെയാണ് നാം ദൈവത്തിൽ വസിക്കുന്നത്. ആ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാണ്, അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ളവനും, പക്ഷെ അപ്പൊന്നും വെളിപ്പെട്ടില്ല. ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാ. അന്ത്യകാലത്ത് ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ആ ക്രിസ്തുവിൽ നമ്മളെ കോരിയെടുത്ത് നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ഉള്ളിൽ വസിക്കുന്നവനാ. ദൈവത്തിന്റെ ആലയങ്ങളാണ് നാം ഓരോരുത്തരും. ഇനിയും നിഴലിന്റെ കീഴിൽ പറക്കാൻ ഓടുകയാണോ? നിഴൽ അല്ല, നമുക്ക് അപ്പന്റെ ഉള്ളിൽ വസിക്കാം. നമുക്ക് അപ്പന്റെ ഉള്ളിൽ വസിക്കാം. എഫേസ്യ ലേഖനം, കൊളോസ്യ ലേഖനം ഒക്കെ പറയുന്നു, നാം ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ ആലയങ്ങളാണ്. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയം നിങ്ങൾ അറിയുന്നില്ലയോ? എങ്ങനെയാണ് നമ്മൾ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുമ്പോൾ ദൈവം നിങ്ങളിലും നിങ്ങൾ ദൈവത്തിലും വസിക്കുന്നു. എന്നാൽ ഇതിന് കഴിയാത്തൊരു വലിയൊരു കൂട്ടത്തിന്റെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അവരിന്നും നിഴലിന്റെ കീഴിൽ പാർക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തരാ. എന്നാൽ ഇതിന്റെ നടുവിൽ, ഹല്ലേലൂയ, ആത്മാവിൽ വസിച്ചുകൊണ്ട് നമ്മൾ ഇനി ജഡത്തിലല്ല, അക്ഷരത്തിലല്ല, ആത്മാവിൽ, ക്രിസ്തുവിൽ. ആത്മാവിൽ എന്ന് പറഞ്ഞ് ഇനി മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇറങ്ങുമല്ല, ക്രിസ്തുവിൽ. ജഡത്തിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊന്നുമല്ല, ആദത്തിലുള്ള ആരാധന, അക്ഷരത്തിലുള്ള ആരാധന, ക്രിസ്തുവിലുള്ള ആരാധന, ആത്മാവിലുള്ള ആരാധന. ഇതുകൊണ്ട് നമ്മൾ പറയും, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിൽ പോയി അവസാനിച്ചോ? ഹല്ലേലൂയ. പ്രിയമക്കളെ, ഇതുപോലെ നല്ലൊരു വാസസ്ഥലം വേറെയില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദുഃഖം നിറഞ്ഞു കയറി, ദുഃഖം തിരമാല പോലെ ഇങ്ങ് കയറി വരും നമ്മുടെ ജീവിതത്തിലേക്ക്. ഹല്ലേലൂയ. പക്ഷേ കുഞ്ഞെ, നീ ഇവിടെ വസിക്കുന്നുവെങ്കിലുണ്ടല്ലോ, ദുഃഖം സന്തോഷമായി മാറും. ഹല്ലേലൂയ. നിന്നെ നഗ്നനാക്കുവാൻ, നിന്നെ കളിയാക്കുവാൻ, നിന്നെ അപമാനിതനാക്കുവാൻ ഈ ലോകത്തിലെ വിഷയങ്ങൾ കടന്നു വരും. എന്നാൽ നിന്റെ വാസസ്ഥലം ക്രിസ്തുവിലാണെങ്കിലുണ്ടല്ലോ, ആ അപമാനം നിന്റെ തേജസ്സായി മാറും. അപമാനം നിന്റെ തേജസ്സായി മാറും. ഹല്ലേലൂയ. അപമാനം നിങ്ങൾക്കറിയാമോ? എപ്പോഴാ മനുഷ്യൻ നഗ്നനായി അപമാനിക്കപ്പെട്ടത്? വാസസ്ഥലം മാറിയപ്പോ. വാസസ്ഥലം മാറിയ നിമിഷം അവന് നാണം തോന്നിയത് താൻ നഗ്നരെന്ന് അവൻ അറിഞ്ഞു. കാരണം ദൈവത്തോടു കൂടിയുള്ള വാസം പാപനിമിത്തം നഷ്ടപ്പെട്ടപ്പോ അവൻ നഗ്നനെന്നറിഞ്ഞു. അവന് നാണം തോന്നി. നിന്റെ സകല നാണക്കേടും മാറും. ഈ വാസസ്ഥലം മാറിയാൽ മതി. ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്, ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് മാറിയാൽ നിന്റെ സകല നാണക്കേടും അവിടെ കൊണ്ട് തീരും. ഈ ലോകം നിനക്ക് ഉണ്ടാക്കുന്ന നാണക്കേടൊക്കെ തേജസ്സായി മാറും. നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ, യേശു ക്രിസ്തു ചെറുപ്പക്കാരനെ തുണി ഒലിഞ്ഞ് വെറും അടിവസ്ത്രത്തിൽ ക്രൂശിൽ കയറ്റി. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഇതാ എല്ലാ കളിയാക്കലും കേൾക്കാൻ അനുവദിച്ചതിന് ശേഷം ഇതാ അവനെ മരണപാശങ്ങളെ അഴിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. എല്ലാ തേജസ്സുള്ളവനായി സർവനാമത്തിനും മുകളിലുള്ള നാമമായി അവനെ മാറ്റി. നീ വാസസ്ഥലം മാറാൻ തയ്യാറാണോ? വാസസ്ഥലം മാറാൻ തയ്യാറാണോ?
ഹല്ലേലൂയ. നിന്റെ സകല അപമാനവും നിന്റെ അഭിമാനമായി, നിന്റെ തേജസ്സായി സ്വർഗത്തിലെ ദൈവം മാറ്റും. വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ? വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ? ഹല്ലേലൂയ. നീ ആര് തന്നെ ആയാലും നീ വാസസ്ഥലം മാറാൻ തയ്യാറെടുക്ക. ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്, ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വാസസ്ഥലം മാറ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എന്നാൽ വാസസ്ഥലം മാറാൻ നീ തീരുമാനമെടുത്താൽ അത് എളുപ്പമല്ല. വാസസ്ഥലം മാറാൻ നീ തീരുമാനമെടുക്കുമ്പോൾ ഹല്ലേലൂയ, ഈ ലോകം നിനക്കെതിരെ വരും, നിന്റെ വീട്ടുകാർ നിനക്കെതിരെ വരും, നിന്റെ സഭ നിനക്കെതിരെ വരും. ഹല്ലേലൂയ. എല്ലാ മേഖല നിനക്കെതിരെ വരും, നിന്റെ ചുറ്റുപാടുള്ള നിനക്കെതിരെ വരും. വാസസ്ഥലം മാറ്റാൻ അതുവരെയുള്ളത് ഒരു കുഴപ്പവുമില്ല. പക്ഷെ വാസസ്ഥലം മാറാൻ നീ തീരുമാനം എടുത്താൽ എല്ലാം എതിരെ വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കാണിച്ചു തന്നൊരു കാര്യമാണ്, എല്ലാവരും എതിരെ വരും. നീ വീഴും. ജഡത്തിൽ നീ മുന്നോട്ട് പോയാൽ നീ വീഴും. പക്ഷേ അവിടെ കർത്താവ് പറയുന്നു, പുതിയ ഉടമ്പടിയിൽ ആത്മാവിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ മേഖലയിലും മനുഷ്യരാൽ അസാധ്യമായ ദൈവം സാധ്യമാക്കി തരും. അതിൻ്റെ പേരാണ് കൃപ. കർത്താവ് എന്നോട് പറഞ്ഞു, കൃപ കൃപ എന്ന ആർപ്പുവിളിയാണ്. ഓരോ നിമിഷവും മുന്നോട്ട് 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 യേശുവെ അനുഗമിച്ച് മുന്നോട്ട്. ഒരു തീരുമാനമെടുത്തു മക്കളെ, ഒരു തീരുമാനമെടുക്കുക. എനിക്ക് വാസസ്ഥലം മാറണം. ഇനി എനിക്ക് ജഡത്തിൽ വസിച്ചാൽ പോരാ, ഇനി എനിക്ക് ആദത്തിൽ വസിച്ചാൽ പോരാ, ഇനി എനിക്ക് പഴയ സൃഷ്ടി വസിച്ചാൽ പോരാ, ഇനി എനിക്ക് പുതിയ സൃഷ്ടിയിലേക്ക് മാറണം. മരണമില്ലാത്ത പുതിയ സൃഷ്ടിയിലേക്ക് എനിക്ക് മാറണം. ഒരു തീരുമാനമെടുക്കുക. ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. ദിസ് ഈസ് മൈ ലൈഫ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നത്.